Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം, വെള്ളി, ആഭരണങ്ങളും പണവും കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. മറ്റൊരു കേസിൽ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായ കൊല്ലം ആയത്തിൽ സ്വദേശി നബീമു എന്ന നജ്മുദ്ദീനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. തമിഴ്നാട് സ്വദേശിയായ നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വിനോദ് കുമാർ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണിയമ്പുറം കൂനന്തുള്ളി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് 8.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 48 ഗ്രാം വെള്ളി ആഭരണങ്ങളും 3000 രൂപയും മോഷ്ടിക്കപ്പെട്ട കേസിലാണ് വഴിത്തിരിവ്. തെളിവെടുപ്പിനിടെ തൃശൂരിലെയും ഒറ്റപ്പാലത്തെയും ജ്വല്ലറികളിൽ നിന്നായി 5 പവനിലേറെ സ്വർണം വീണ്ടെടുത്തു. സമാനമായ മറ്റൊരു കേസിൽ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നജ്മുദ്ദീനെ കോടതി മുഖേനയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങിയത്. മോഷണം നടന്ന കണ്ണിയമ്പുറത്തെ വീട്ടിലും ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചു. കഴിഞ്ഞ മാർച്ച് 30-ന് തമിഴ്നാട്ടിലേക്ക് പോയ കുടുംബം ഏപ്രിൽ 10-ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നത്. സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്ന വിനോദ് കുമാറും കുടുംബവും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു കവർച്ച. വിനോദ് കുമാറിന്റെ പരാതിയിൽ തുടങ്ങിയ അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണ് കേസിന് തുമ്പായത്. അറസ്റ്റിലായ നജ്മുദ്ദീന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി 25ഓളം മോഷണ കേസുകളുണ്ട്. ഇൻസ്പെക്ടർ എ അജീഷ്, SI M സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കസ്റ്റഡി കാലാവധി തീരുന്ന തിങ്കളാഴ്ച നജ്മുദ്ദീനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.